വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണ്. 5 അപ്പം കൊണ്ട് 5000 പേര് പൊഴിച്ച അത്ഭുത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കുകയും നല്ല ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യേശു തമ്പുരാൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. പുരുഷാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനേക ആയിരങ്ങൾ, അവിടെ 5000 പേരോളം ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് രോഗികളുണ്ട്, ദുഃഖിതരുണ്ട്, അംഗഹീനരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് ആശ്വസിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നവരുണ്ട്. അവരെ കണ്ട് യേശുദമ്പുരാൻ മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ മനസ്സലിവ്, കമ്പാഷൻ എത്ര വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ. മനസ്സലിവുള്ളവരായി ജീവിക്കുവാനാണ് തമ്പുരാൻ നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. നിരാശയുടെ നീർച്ചുവഴിയുന്ന നിലാരമ്പലെ നിർനിമേഷമായി നോക്കി നിൽക്കുവാൻ ഒരു ദൈവവേലിന് സാധിക്കുകയില്ല. നമ്മുടെ മാതൃക ദൈവമാണ്, ഉടയ തമ്പുരാനാണ്. യേശു മനസ്സലിഞ്ഞതുപോലെ മറ്റുള്ളവരോട് മനസ്സലിയുവാൻ, കരുണയോടവരെ വീക്ഷിക്കുവാൻ, അവരെ താങ്ങുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ മനസ്സലിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മോട് കരുണ തോന്നിയതുപോലെ മറ്റുള്ളവരോട് കരുണ തോന്നുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. നമ്മളെന്നും പ്രാർത്ഥിക്കുമല്ലോ, കരുണയുള്ള ദൈവമേ നിന്റെ വാതിലിൽ ഞങ്ങൾ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. കരുണയുള്ള ദൈവമേ. പലപ്പോഴും പലരും പറയാം, പ്രായമുള്ളവരൊക്കെ നമ്മളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ പറയും, കരുണയുള്ള ദൈവമേ ഇന്ന ആൾ വന്നു, അച്ഛൻ വന്നു, അല്ലെങ്കിൽ ഈ അമ്മ വന്നു, എൻ്റെ സഹോദരി വന്നു. കരുണയുള്ള ദൈവമേ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുവിടുന്ന ഒരു ദൈവത്തിന് കൊടുക്കുന്ന വലിയൊരു പദവിയും സ്ഥാനമാണ്. കരുണയുള്ളവരായി ജീവിക്കാനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. പ്രിയപ്പെട്ടവരെ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ ഇവ ധരിച്ചു കൊള്ളണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരണം. മറ്റുള്ളവരുള്ള വേ ഓഫ് അപ്രോച്ച്, നമ്മുടെ ബിഹേവിയർ അത് കരുണയോടെ ആകണം. കർത്താവിന്റെ ഭാവം നമുക്കുണ്ടാകണം. കർത്താവിന്റെ ഭാവം എന്താണ്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ദുഷാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യരുത്. ഒരുവൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. നമുക്ക് അത് സാധിക്കണം. തമ്പുരാൻ അതിന് നമുക്ക് വലിയ മാതൃകയാണ്. രണ്ടാമതായി ഈ വേദഭാഗത്ത് നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അവർക്ക് കൊടുത്തു. തമ്പുരാനോട് പറയുന്നുണ്ട്, പുരുഷാരത്തോട് നിലത്ത് ഭക്ഷണത്തിലിരിപ്പാൻ കൽപ്പിച്ചു. ബാലൻ അവന്റെ കയ്യിലുള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. നമുക്കുള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അത് വർദ്ധിപ്പിക്കും. നമുക്കുള്ള കഴിവുകൾ, നമുക്കുള്ള താലന്തുകൾ, നമുക്കുള്ള ദൈവികമായ കൃപകൾ അത് യേശുപ്പച്ചന്റെ അടുക്കൽ സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. നല്ല ബുദ്ധി ലഭിക്കും, നല്ല അറിവ് ലഭിക്കും. ലോകത്തിലുള്ള വൻ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുവാൻ നമുക്ക് ദൈവം അനുഗ്രഹം നൽകും. മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകും. നമ്മുടെ കുടുംബം സ്വർഗീയമായ അനുഭവത്തിൽ മുന്നേറും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് എന്താ കർത്താവ് ചെയ്തത്? അവൻ സമർപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു,
അവരെ പന്തി പന്തിയായി ഇരുത്തുവിൻ, നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. ഒരു ഓർഡർ, ഒരു ക്രമവും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്താ പഠിക്കുന്നത്? സ്കൂൾ എന്ന് പറയുമ്പോൾ സിൻസിയറിറ്റിയാണ്, ക്യാരക്ടർ ഫോർമേഷനാണ്, സ്വഭാവ രൂപീകരണമാണ്, ഓണസ്റ്റിയാണ്. 2 O ഉണ്ട്. ഒന്ന് ഒബീഡിയന്റും ഒന്ന് ഓർഡറുമാണ്. അനുസരണവും ക്രമവും ചിട്ടയുമാണ്. എല്ലാറ്റിനും ശേഷമാണ് ലേണിംഗ്, പഠനം. സ്വഭാവ രൂപീകരണവും ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കർത്താവ് പറയാണ്, അവരെ പന്തി പന്തിയായി ഇരിപ്പിൻ, നിലത്തിരിപ്പാൻ അവരോട് കൽപ്പിച്ചു, എന്നിട്ട് വിളമ്പി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ക്രമമായ ചിട്ടയായ ഒരു ജീവിതം, ഒരു ഡിസിപ്ലിൻ ലൈഫ്. ദൈവം നമുക്ക് വന്നിരിക്കുന്ന വിലപ്പെട്ട സമയം അത് ദൈവികമായി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി. ചിലരെ കുറിച്ച് പറയാറുണ്ടല്ലോ, മാൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ. ആ ഒരു അമ്മ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. വിശ്രമമില്ലാതെ ഓടി നടന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. ക്രമമായ ചിട്ടയായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായി ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ക്രമമായ ചിട്ടയായ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമായി തീരുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. 5000 പേര് അവരെ നിലത്ത് പന്തി പന്തിയായി ഇരുത്തി തമ്പുരാൻ അവർക്ക് വാഴ്ത്തിയ അപ്പവും മീനും എടുത്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കരുണയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, മറ്റുള്ള മുമ്പാകെ കാണപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജോൺ വെസ്ലി പറയുന്നുണ്ട്, സേവ് ഓൾ യു ക്യാൻ, ഗെയിൻ ഓൾ യു ക്യാൻ ആൻഡ് ഗിവ് ഓൾ യു ക്യാൻ. നേടാവുന്നിടത്തോളം നേടണം, സമ്പാദിക്കാവുന്നിടത്തോളം സമ്പാദിക്കണം, കൊടുക്കാവുന്നിടത്തോളം കൊടുക്കണം. ധന്യരായ ധനവാന്മാരെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കും. ദൈവം നൽകിയതാണ് എന്നുള്ള ബോധത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. ദൈവം നൽകിയ ആയുസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അത് തമ്പുരാൻ നമുക്ക് നൽകുന്ന വലിയ ഒരു മാതൃകയാണ് എന്നുള്ളത് നാം ഓർക്കണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ വാഴ്ത്തി അനേകർക്ക് അനുഗ്രഹമായി ഈ ലോകത്തിൽ നിലനിർത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, വായനാ ദിനമായി നാം കൊണ്ടാടിയ ദിവസങ്ങളാണ്. ഒരൊറ്റ പുസ്തകം കയ്യിൽ ഓമനിപ്പതിനുള്ളവൻ ഏത് സാമ്രാട്ടിനേക്കാളും മഹാൻ, രാജാവിനേക്കാളും ഏത് ഭരണാധികാരിയേക്കാളും മഹാനാണ്, മഹതിയാണ്. ഒരു പുസ്തകം കയ്യിൽ ഓമനിപ്പതിനുള്ളവൻ വായിക്കുവാൻ, ഇല്ലേ? വായിക്കണം കുഞ്ഞുങ്ങളെ. ഞാൻ എപ്പോഴും എല്ലാ കുഞ്ഞുങ്ങളോടും പറയണം, വായിക്കണം. സത്യവേദ പുസ്തകം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, വായിച്ച് കുറിപ്പുകൾ തയ്യാറാക്കണം, വായിച്ച് വളരുവാനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും കരുണയും എപ്പോഴും നമ്മിലേക്ക് ചൊരിയുമാറാകട്ടെ. വായിച്ച് വളർന്ന് ദൈവിക കാര്യങ്ങൾ സാംശീകരിച്ച് നേടാവുന്നിടത്തോളം നേടി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് തമ്പുരാൻ നമുക്ക് കാണിച്ച ആ വലിയ മാതൃക, നമ്മുടെ റോൾ മോഡൽ യേശു തമ്പുരാനാണ്. അവനിലേക്ക് നോക്കി അവനിൽ നിന്ന് ഗ്രഹിച്ച് ഈ ലോകത്തിൽ ദൈവികമായി ജീവിപ്പാൻ, യേശുവിനെ പോലെയാകുവാൻ സർവശക്തനായ ദൈവം എളിയവനായ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ.